ഇതെന്താ സാധനംന്ന് എല്ലാവർക്കും മനസ്സിലായോ? നിങ്ങളെല്ലാരും നിർത്താതെ കഴിച്ചുകൊണ്ടിരിക്കാൻ പോകുന്ന ഒരു അടിപൊളി ഐറ്റാണ് കൊള്ളിക്കച്ച. തിരുവനന്തപുരത്തുകാരുടെ സ്പെഷ്യൽ ഐറ്റാണ് ട്ടോ. ഇതൊന്ന് കഴിച്ചു തുടങ്ങിയാൽ പിന്നെ കഴിച്ചുകൊണ്ടേയിരിക്കും. അതിന് ഒരു സംശയവുമില്ല ട്ടോ. അടിപൊളി ടേസ്റ്റെന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റ്. നല്ല പുളിയും മധുരവും അതുപോലെ പാനിപ്പൂരിയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇതെന്തായാലും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ട്ടോ. അത്രയ്ക്കും അടിപൊളിയാണ്. കഴിക്കാൻ തുടങ്ങിയാൽ പിന്നെ കഴിച്ചുകൊണ്ടേയിരിക്കും. നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കാനാണെങ്കിലോ ഭയങ്കര എളുപ്പമാണ് ട്ടോ. ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഒരു കൈപ്പിടി ഈന്തപ്പഴം ഉണ്ടല്ലോ അതൊന്ന് ഇട്ട് കൊടുക്കും. പിന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തില് നമ്മുടെ പിഴുപുളി ഉണ്ടല്ലോ, നമ്മുടെ കുടംപുളി അല്ലാതെ മറ്റേ പിഴുപുളി അതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ മല്ലിയില കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ പഞ്ചസാര നിങ്ങൾക്ക് മധുരം എത്ര ആവശ്യമുണ്ടോ, നമ്മുടെ ഈന്തപ്പഴത്തിന് മധുരം ഉള്ളതുകൊണ്ട് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ 2 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവിന് കുറച്ച് 1 ടീസ്പൂൺ മുളക് പൊടി മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറേശ്ശെ ശകലം വെള്ളം കൂടി ഒഴിച്ച് ശേഷം പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കുക. നല്ല പേസ്റ്റായിട്ട് തന്നെ അരഞ്ഞ് കിട്ടണം. അല്ലെങ്കിൽ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. നമ്മുടെ ഈന്തപ്പഴവും എല്ലാം കൂടെ നല്ല കുഴകുഴാന്ന് ഒരുപാട് വെള്ളം കൂടാതെ നല്ല രീതിയിൽ തന്നെ അടിച്ചെടുക്കുക. എന്നിട്ട് നമ്മുടെ കപ്പ ചിപ്സ് ഇല്ലേ? അതായത് കപ്പ ഇങ്ങനെ വറുത്ത് നീളത്തിൽ കിട്ടുന്ന ഏത് ഷേപ്പായാലും കുഴപ്പമില്ല. എനിക്ക് കിട്ടിയതാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇവിടെ അടുത്ത് ഞങ്ങളുടെ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ അത് ഞാൻ ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സിയിൽ അടിച്ച് വെച്ചതും കൂടെ ഇത് നന്നായിട്ട് ഈ ബൗളിലിട്ട് കഴിഞ്ഞിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സംഭവം റെഡി ആയി ട്ടോ. നിങ്ങൾ മസ്റ്റ് ട്രൈ ആയിട്ടാണ് ട്ടോ. ഈ ഒരു സാധനം ഇങ്ങനെ ചുമ്മാ കഴിക്കാൻ തന്നെ നമ്മുടെ പുളിയിഞ്ചിയൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റൊക്കെ കിട്ടും ട്ടോ. അതൊക്കെ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ദാ ഇങ്ങനെ നമ്മൾ മിക്സിയിൽ അരച്ചിട്ടിട്ട് നമ്മൾ കപ്പയുടെ ആ മിക്സ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ബോക്സ് നന്നായിട്ടൊന്ന് കുലുക്കി അതിലെല്ലായിടത്തും ഒന്ന് പിടിക്കണം. നന്നായി നല്ല രീതിയിൽ കുലുക്കി എടുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അടിപൊളി ടേസ്റ്റുള്ള ഈ സാധനം നമുക്ക് റെഡിയായി കിട്ടും ട്ടോ. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് സവോളയും കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് 3ഉം കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ കൂടെ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ട്ടോ. അപ്പോൾ ഇത് 3ഉം ഇട്ടതിന് ശേഷം നമ്മൾ ആ ബോക്സ് അടച്ച് വെച്ചിട്ട് ബോക്സിൽ തന്നെ നന്നായിട്ടൊന്ന് കുലുക്കി എല്ലാ ഭാഗത്തും പറ്റിച്ചെടുക്കുന്ന പോലെ നന്നായിട്ട് കുലുക്കി എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കൊള്ളിക്കച്ച റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, കഴിക്കാൻ തുടങ്ങിയാൽ കഴിച്ചുകൊണ്ടേയിരിക്കും. ഇതുണ്ടാക്കി അപ്പം തന്നെ കഴിക്കും. അത്രയ്ക്കും ടേസ്റ്റാണ്. ഒരെണ്ണം പോലും ബാക്കി വെക്കാതെ നിങ്ങളെല്ലാവരും ഇരുന്ന് കഴിക്കും ട്ടോ. അത്രയ്ക്കും ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അത്രയ്ക്ക് സൂപ്പർ ടേസ്റ്റാണ്. എനിക്ക് പാനിപൂരിയൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതെന്തായാലും ഇഷ്ടപ്പെടും ട്ടോ. കാരണം നമ്മൾ ഒരെണ്ണം എടുത്ത് കഴിച്ചുകൊണ്ടിരുന്നാൽ കഴിച്ചുകൊണ്ടേയിരിക്കും. നിർത്താനേ തോന്നില്ല. ആ പുളിപ്പും മധുരവും പിന്നെ എരിവിനും പിന്നെ ആ ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ കപ്പ വറുത്തതും കൂടെ കിട്ടുമ്പോഴത്തേക്കും നല്ല അതെല്ലാം കൂടെ മൊരിഞ്ഞൊരു ടേസ്റ്റ്. നല്ല ടേസ്റ്റാണ് ട്ടോ. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പം എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.